നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. UAE-യിൽ 2000-ഓളം തടവുകാർക്ക് ബലിപെരുന്നാൾ പ്രമാണിച്ച് മോചനം നൽകി. രാജ്യത്തെ വിവിധ ജയിലുകളിൽ തടവ് അനുഭവിക്കുന്ന 1138 പേരെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ദുബായിലെ ജയിലുകളിൽ നിന്ന് 686 പേരെ മോചിപ്പിക്കാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഉത്തരവിട്ടു. മലയാളി ഹജ്ജ് തീർത്ഥാടകൻ മക്കയിൽ മരിച്ചു. സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ മലപ്പുറം എടപ്പാൾ സ്വദേശി മൊയ്തീൻ കുട്ടിയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 18-ന് ഭാര്യ ഫാത്തിമയോടും ഭാര്യ സഹോദരനോടും ഒപ്പമാണ് മൊയ്തീൻ കുട്ടി മക്കയിലെത്തിയത്. തുടർന്ന് മദീന സന്ദർശനം പൂർത്തിയാക്കി ബുധനാഴ്ച പുലർച്ചെയാണ് മക്കയിലെത്തിയത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മക്ക അൽ നൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. ബുധനാഴ്ച വൈകിട്ട് മക്കയിൽ ഖബറടക്കി. കേടായതും ദ്രവിച്ചതുമായ ടയറുകൾ ഉപയോഗിക്കുന്നവർക്ക് UAE-യിൽ പിഴയും ബ്ലാക്ക് പോയിന്റും ശിക്ഷ ലഭിക്കും. 500 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷയെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു. നിയമലംഘകരുടെ വാഹനം ഒരാഴ്ചത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. സുരക്ഷിത വേനൽ, അപകടരഹിത വേനൽ എന്നീ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടാണ് ഓർമ്മപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം 22 അപകടങ്ങളാണ് ടയർ പൊട്ടിത്തെറിച്ചുണ്ടായത്. കേടുപാടുകൾ, വിള്ളൽ എന്നിവ സംഭവിച്ച ടയറുകൾക്ക് റോഡിലെ ചൂട് താങ്ങാൻ കഴിയാതെ വരികയും അവ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി മൊബൈൽ സേവനദാതാക്കളായ ഇത്തിസാലാത്ത്. സുരക്ഷിതമല്ലാത്ത ലിങ്കുകൾ ഒഴിവാക്കാനും വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ പങ്കിടുന്നത് ശ്രദ്ധിക്കണമെന്നുമാണ് ഇത്തിസാലാത്തിന്റെ മുന്നറിയിപ്പ്. കമ്പനിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ലഭിച്ച വ്യാജ ലിങ്കിലൂടെ ഉപഭോക്താക്കൾക്ക് ആയിരക്കണക്കിന് ദിർഹം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തിസാലാത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം റിയാദിലെ ആശുപത്രിയിൽ മരിച്ചു. മലപ്പുറം മമ്പാടിട്ടാണ് പള്ളിപ്പാടം സ്വദേശി ചേർക്കുന്നൻ വീട്ടിൽ അഹമ്മദ് കുട്ടി എന്ന ചെറിയാണ് റിയാദ് കിങ്ഡം ആശുപത്രിയിൽ മരിച്ചത്. 57 വയസ്സായിരുന്നു. റിയാദിലെ അൽ യാസ്മീൻ ഡിസ്ട്രിക്റ്റിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. നിയമ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം റിയാദിൽ ഖബറടക്കും. കുവൈറ്റിൽ മെഡിക്കൽ രംഗത്തുള്ള പ്രവാസി ആരോഗ്യ പ്രവർത്തകർ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുവെന്ന് റിപ്പോർട്ട്. ചെറിയ ശതമാനം പേർ ലൈംഗിക അതിക്രമങ്ങൾക്കും വംശീയ വിവേചനത്തിനും ഇരയാകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കൂടുതലായും അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒമാനിൽ ശമ്പളത്തോടുകൂടി അവധി ലഭിക്കും. 1 വർഷം തുടർച്ചയായി ജോലി ചെയ്തവർക്കാണ് 15 ദിവസത്തെ ശമ്പളത്തോടുകൂടിയ അവധി ലഭിക്കുന്നത്. ഒമാനിൽ പുതിയതായി നടപ്പാക്കിയ തൊഴിൽ നിയമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തൊഴിലാളിയുടെ സേവന കാലയളവിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഈ ലീവിന് അർഹതയുണ്ടായിരിക്കുമെന്നും തൊഴിൽ നിയമത്തിൽ പറയുന്നു. ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച 8 ടൺ നിരോധിത പുകയില കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തു. ഹമദ് തുറമുഖത്തെ കസ്റ്റംസ് വകുപ്പും സദേൺ പോർട്ട് കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ അധികൃതരും ചേർന്നാണ് പുകയില കടത്താനുള്ള ശ്രമം തടഞ്ഞത്. തുറമുഖത്തെത്തിയ ട്രെയിലറുകളിൽ ഒന്നിനുള്ളിൽ രഹസ്യ അറയിൽ നിന്നാണ് 8 ടൺ നിരോധിത പുകയില കണ്ടെടുത്തത്. സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. ട്രെയിലറിലെ രഹസ്യ അറ പൊളിച്ച് പുകയില കണ്ടെത്തുന്നതിന്റെ വീഡിയോ സഹിതമാണ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ പ്രമാണിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് 50 ലക്ഷം ദിർഹം വിതരണം ചെയ്യാൻ സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുവൈമിയുടെ ഉത്തരവ്. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള അജ്മാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കാണ് സഹായം ലഭിക്കുക. വ്യാജ ബാങ്ക് ATM കാർഡുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ സംഘത്തെ ഷാർജ പോലീസ് പിടികൂടി. ATMകളിൽ നിന്ന് 30 ലക്ഷം ദിർഹം പണം പിൻവലിക്കാൻ ഉപയോഗിച്ച 173 വ്യാജ ബാങ്ക് ATM കാർഡുകൾ പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. തട്ടിപ്പിന് ഉപയോഗിച്ച 132 ചെക്ക് ബുക്കുകളും 21 സ്മാർട്ട് ഫോണുകളും കണ്ടെടുത്തതായി ഷാർജ പോലീസിലെ ക്രിമിനൽ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഒമർ അബു അൽ സൂദ് പറഞ്ഞു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.